ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേക്കിനൊക്കെ മുകളിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനേ ഉള്ളൂ. നല്ല ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല ഭംഗിയുള്ള ഡെക്കറേഷൻസൊക്കെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ ബട്ടർ പേപ്പറിൻ്റെ വീഡിയോയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ A4 സൈസ് ഷീറ്റ് പേപ്പർ ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും വേണം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഓയിൽ നമുക്ക് കുറച്ച് തറയിലേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിൽ ആ പേപ്പർ ഇട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കേട്ടോ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ. ബ്രഷിലൊക്കെ വെച്ച് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒത്തിരി താമസം ഉണ്ടാവും. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൂത്തെടുത്താൽ മതി, നമ്മുടെ ബട്ടർ പേപ്പർ റെഡിയാവും. കണ്ടതേ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അധികമായിട്ടുള്ള ഓയിൽ നമുക്ക് അടുത്ത പേപ്പറിലേക്ക് ഇങ്ങനെ വെച്ച് തേച്ച് കൊടുക്കാം. അപ്പം ഓയിൽ അധികമായിട്ട് ഇരിക്കുകയില്ല, നല്ല ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പം ബട്ടർ പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും കുറച്ച് വൈറ്റ് കോമ്പൗണ്ടും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസി മെത്തേഡിൽ ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കുന്ന വീഡിയോ, അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടേക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് പേപ്പറിലാക്കി കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ. വേറൊരു ഡിസൈന് വേണ്ടിയിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ നടുവിൽ കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ടൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്ക് ഇത് സെറ്റായി കിട്ടും. നമുക്ക് അടുത്ത ഷേപ്പ് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം വൈറ്റ് ചോക്ലേറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ നടുവിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഷേപ്പ് കിട്ടും നമുക്ക്. ഇത് നമുക്ക് ഇതുപോലെ അടുത്ത ഡിസൈൻ വരയ്ക്കാം. ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ വേഗം ഓരോ ഡിസൈനുകൾ നമുക്ക് വേഗം വരച്ചെടുക്കാം. ഇതിലിപ്പോൾ ഞാനൊരു സ്റ്റാറും വരയ്ക്കുന്നുണ്ട്, ഒരു ഫ്ലവറും വരയ്ക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഒരു 5 മിനിറ്റ്. ഇത് നമുക്കൊന്ന് സിഗാറിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് മടക്കിയെടുക്കാം. എന്നിട്ട് 2 സൈഡിലും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാനൊരു ഇതുപോലൊരു പൈപ്പിൽ കൂടെ ഇറക്കി ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ നമുക്കിതും ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ അടുത്ത ഡിസൈൻ നമുക്ക് ഇതുപോലെ ഒരു ഇലയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ പനിക്കൂർക്കയിലയാണ്, ഒന്ന് കറിവേപ്പിലയും. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്ത മിക്സോ അല്ലെങ്കിൽ ജെൽ കളറ് ഗ്രീനോ ഉണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിലെ കളറാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇലയിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ആ ഒരു കറക്റ്റ് ഇല പോലെ തന്നെ നമുക്ക് ഇലയുടെ കളറിൽ നമുക്ക് കിട്ടും. ഞാൻ ഇലയിലും ഇതുപോലെ ഫുൾ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കറിവേപ്പിലയിലും അതുപോലെ തന്നെ ഫുള്ളാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ ഒരു മാംഗോ ഡിസൈൻ വരച്ചിട്ടുണ്ട്, ഒരു താമര വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടെടുത്താൽ മതി, ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഇളകി പോരും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വരയ്ക്കൽ അത്ര
നല്ലതല്ലാത്ത കാരണം അതിൻ്റേതായ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ നല്ല ഭംഗിയായിട്ട് വരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകൾ നമുക്കിത് കിട്ടും. നമുക്കിപ്പം ഓരോന്നും ഇതുപോലെ പറിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു യൂട്യൂബിൻ്റെ സിമ്പിൾ പോലെ ചുമ്മാ റെഡിയാക്കി എടുത്തത് കേട്ടോ. അത് എല്ലാം വീഡിയോയിൽ കാണിച്ചില്ല. ഇതാ പനിക്കൂർക്കലയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതും കണ്ട നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വിട്ടുപോരും. ഇത് നമ്മൾ ആ സിഗാർ പോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. കണ്ട നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ തന്നെ കേക്കിൻ്റെ മുകളിൽ വെച്ച് ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേക്കിൻ്റെ മുകളിൽ. ഇത് കണ്ട നല്ല ഭംഗിയായിട്ട് നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി ഡെക്കറേഷൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്